വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയുക, കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരേ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട്സ്കുട്ടി സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ അവൾ ഇതാ അടിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ പഴയ മെഷീന് ഞാൻ നേരാക്കി കൊടുത്തപ്പോൾ അവൾ ഇന്നിങ്ങനെ അടിക്കട്ടെ. അപ്പോൾ അവൾ തലാണി കവറൊക്കെ കയറിയതൊക്കെ ഇങ്ങനെ അടിക്കും കേട്ടോ. അത്യാവശ്യം ഞാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതുപോലെ അവൾ അടിക്കണുണ്ട്. പിന്നെ ഇന്ന് ഒരു മഴ മൂടാപ്പുണ്ട് കേട്ടോ. രാവിലെ മുതൽ കുറച്ച് വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒത്തിരി ഒരു എന്താ പറയുക മൂടാപ്പ് പോലെ ഉണ്ട്, മഴ മൂടാപ്പ് പോലെ ഉണ്ട്. എന്താ മൂടാപ്പ് കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാത്തിമക്കുട്ടി ഫുഡിനെ കുറിച്ചാട്ടോ. ഫാത്തിമ ചോറ് കൊടുത്താൽ എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മഴ ഇപ്പോൾ പെയ്യും തോന്നുന്നു കേട്ടോ, ഇറട്ട് കുത്തി വരുന്നുണ്ട്. അപ്പോൾ അതിന് കറണ്ടും പോയി കേട്ടോ. കറണ്ട് പോയി, കറണ്ട് വന്നു. അപ്പം നമ്മുടെ പാത്തുക്കുട്ടി ഇതാ മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അവൾ മിക്സിയിലിട്ടൊക്കെ അടിച്ചിട്ടാണ് കുളിപ്പിച്ചാ. അപ്പോൾ അവൾ കുളിച്ച് സുന്ദരമായിട്ട് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് എപ്പോഴും മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ടാണ് കൊടുക്കൽ കേട്ടോ ചോറ്. അപ്പോൾ സ്കൂളിൽ പോയ ശേഷം ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇപ്പം അതാ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എന്താ അൽഹംദുലില്ലാ കുറച്ചൊക്കെ അവൾക്ക് മാറ്റം വന്നു. അപ്പോൾ ചോറ് വെച്ച് കൊടുത്താൽ അങ്ങനെ വായിലിടും. ചില സമയത്ത് എടുത്തെറിയും, ചില സമയത്ത് തുപ്പും. എന്നാലും അവൾ ഒരുവിധം എടുക്കാൻ തുടങ്ങി. അത് ചോറാണെന്ന് മനസ്സിലായി എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കറി വെച്ചത് ഞാൻ വാഴക്കയും ചെറുപയറും തേങ്ങ ജീരകമൊക്കെ അരച്ചിട്ട് വെച്ചതാട്ടോ കറി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഞ്ഞിയിൽക്കും ഒക്കെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കറി വെച്ചത് ഞാൻ. പിന്നെ വന്നിട്ട് രസം ഓട്ടം ഉണ്ടാക്കിയതെന്ന് തക്കാളി രസം വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കുട്ടിക്ക് ഉരുളക്കിഴങ്ങ് വേണം പറഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്ത് കൊടുത്തു കേട്ടോ. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും, അവനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് വറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാത്തിമക്കുട്ടിക്ക് ഇതാ ഞാൻ ചോറ് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കറിയൊക്കെ ഇട്ടിട്ട് അവൾക്ക് കൊടുക്കാം. അപ്പോൾ അവളെങ്ങനെ തിന്നും എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പാത്തുവിന് ഞാനിതാ കുറച്ച് ഉപ്പേരിയും കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്തതും രസമൊക്കെ വീതിയിട്ട് അവൾ ഒറ്റയ്ക്ക് വാരി വയ്ക്കുമോ നോക്കാം കേട്ടോ. അപ്പോൾ ചോറ് കണ്ടതും അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായിരിക്കാം പാത്തു, ഇതായിരിക്കാണ്. ഇതെന്താ സാധനം? അവൾക്ക് ചോറാണ്. അപ്പോൾ അവൾക്ക് സംഭവം ഇത് ചോറാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. ചോറ് തരാ, വാ ഇവിടെ വെക്കാട്ടാ. അപ്പോൾ സ്കൂളിലാവുമ്പോൾ അവൾ എപ്പോഴും ഇങ്ങനെ കേട്ടോ ഇരിക്കുക. സ്കൂളിലാവുമ്പോൾ അവൾക്ക് ചെയർ ഉണ്ടാവും, ഇങ്ങനെ ഒരു CP ചെയർ ഉണ്ടാവും. CP ചെയറാന്ന് എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു ടേബിളും 4 കുളത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ അവൾ എണിച്ച് പോവില്ല, ഓടില്ല. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ടേബിളോ അങ്ങനെ വെക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കട്ടിലോ ഒന്നില്ലെങ്കിൽ താഴത്തെ വെച്ചിട്ടിരിക്കണം കേട്ടോ. പിന്നെ അവളുടെ കട്ടിലിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഒക്കെ മൂത്രവും അപ്പിയൊക്കെ തട്ടി കേട് വന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കൊടുത്ത് നോക്കാം കേട്ടോ. അവൾ കഴിക്കുക. അപ്പോൾ അവൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കുക, ചമ്മണപ്പടിയിട്ട് ഇരിക്കും നോക്ക്. ചമ്മണപ്പടിയിട്ട് ഇരിക്കുക പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താ സന്തോഷം കണ്ടാ. അപ്പോൾ ഈ സന്തോഷം ചോറ് തിന്നുമ്പോഴും കാണണം കേട്ടോ. വാരി കഴിക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഫാത്തിമാക്ക് കുറച്ച് ഉപ്പേരിയും കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്തതും രസമൊക്കെ വീട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് വെയ്ക്കുമോ നോക്കട്ടെ. വെയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, സ്കൂളിൽ പോയി ട്രെയിനിങ് ഒക്കെ കൊടുത്തതല്ലേ. വെച്ചാ കൂട്ടിക്കോയക്ക്. അങ്ങനെ അതാ അവിടുന്ന് പോകാൻ പാടില്ല കണ്ട, വാരി വിതറുകയാണ് അവളെ. ഒക്കെ വെയ്ക്ക്. ചോറ് തന്നെയാണ് വെയ്ക്കാണ്ടില്ല അവളുടെ അവസ്ഥ. എന്നാലും ഇങ്ങനെ അവൾ ചോറാണ് അത് മനസ്സിലായി അവൾ എടുത്ത് വാരി ഇടാനോ. അത് കാലിലൊക്കെ കടത്തി മിക്സിയിലിട്ട് അടിച്ച് ഉടച്ച് എന്നിട്ടൊക്കെ ഇട്ടാ കൊടുക്കുക. അപ്പം അവൾക്ക് എന്താ പറയുക, കറികളോട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. എന്താണ് കറി ഇങ്ങനെ ഉപ്പേരി, അവൾക്ക് എല്ലാ കറി ഇഷ്ടമാണ് കേട്ടോ. ഇന്ന കറി ഇഷ്ടമില്ല എന്നൊന്നുമില്ല, കറികളെല്ലാ കറി ഇഷ്ടമാണ്. പപ്പ അത് ചോറാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇത് തിന്നോ കേട്ടോ. ഇനി ഉമ്മ വാരി തരില്ല, ഇനി ഉമ്മൻ്റെ കുട്ടി ഒറ്റക്ക് തിന്നണം ഇനി വാരി തരുന്ന പഞ്ചായത്തൊന്നുമില്ല. വെയ്ക്ക് നോക്കട്ടെ, വെയ്ക്ക്
അപ്പം നമ്മുടെ പാത്തു ഞാൻ മെറ്റാൻ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെറ്റാൻ വേണ്ടി കയ്യിലൊക്കെ എടുത്തിട്ട് നിൽക്കും കേട്ടോ. അത് തിന്നോ നോക്കട്ടെ, എനിക്കൊന്ന് വെക്കാനും പറ്റുന്നു. ഇരുന്നാ കഴിച്ചാൽ കഴിക്കും വാരി വയ്ക്കും. വാരി വെച്ചാ കളയാണ്ട് തിന്നു. വേം വാരി വെച്ചോ. കൈ ഞാൻ പിടിക്കില്ല, വേം വയ്ക്കണം. സ്കൂളിൽ അവരിങ്ങനെ എടുത്തൊന്നും ഇരിക്കൂല കേട്ടോ. അവിടെ കാണിച്ചു കൊടുക്കണം, അവിടെ എനിക്ക് തിന്ന് വാരി വയ്ക്കും. വാരി വയ്ക്ക്. അവൾക്ക് ഇരിക്കാനാട്ടോ പറ്റാത്തത്, അതുകൊണ്ടാണ് അവളിങ്ങനെ ശരിക്കും അവിടെ അതുപോലെ ഇരിക്കണേ അവൾ എടുത്തിട്ടുണ്ട്. അവൾക്ക് ഇരുത്തം ശരിയാവില്ല കേട്ടോ. അപ്പോൾ അവളിതപ്പോൾ ഇങ്ങനെ വാരി വയ്ക്കും കേട്ടോ. കുറച്ചൊക്കെ താഴത്ത് പോവും, കുറച്ചൊക്കെ അവിടെ ഇരിക്കും ശരിക്കും ഇരിക്കും. കാലിങ്ങനെ മടക്കി വെക്ക് പാത്തുവോ, കയ്യിലൊക്കെ അവിടെ വെക്ക്. മെരട്ടണം എന്നാലേ അവൾ തിന്നുള്ളൂ കേട്ടോ. ഒക്കെ കാലൊക്കെ കാണണേ. ശരി തിന്ന് വേഗം തിന്ന് പാത്തു, വേഗം തിന്ന്. ചോറ് തിന്ന കൂട്ടാനൊക്കെ കൂട്ടി കുഴച്ച് വേഗം തിന്നു. വേണ്ടിട്ട് വലുതാണ്ടേ, ചോറ് നല്ലതിൽ വലുതാവുള്ളൂ. ടീച്ചർമാരൊന്നും ഇതുപോലെ അടുത്തൊന്നും വന്നിരിക്കൂല. തിന്ന് അതാ ഇത് കയ്യിൽ നിന്നെ മെരട്ടാൻ. തിന്ന് വേഗം തിന്ന എന്നിട്ട് വേണം നമുക്ക് ഇട്ടറ് പോകണം. നമുക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടോട്ടാ അല്ലേ. അവർക്ക് ഫ്രണ്ട്സൊന്നും ഓടാൻ പാടില്ല, അവിടെ ഇരുന്ന് തിന്നണം, ഒക്കെ തിന്നണം. അപ്പോൾ ആദ്യം ചീട്ടടിച്ച് ഉടച്ച് രണ്ടാൾ വേണം കാല് പിടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെ എത്രയും അൽഹംദുലില്ല അങ്ങനെ ഒരാളൊപ്പം നിന്നാലും അവൾ വാരി തിന്നുമല്ലോ. ഇനി അവൾക്ക് കുറേ മാറ്റങ്ങൾ വരട്ടെ എന്നാണ് നിങ്ങളൊക്കെ അവൾക്ക് തോന്നില്ല കേട്ടോ. എല്ലാവരും അവൾക്ക് വേണ്ടി തോന്നി ചെയ്യും. എത്ര ആൾക്കാർ തോന്നി ചെയ്യൂലേ പാത്തോ. വേഗം ചോദിച്ച് കളിക്കാൻ പാടില്ല, വേഗം തിന്നണം. വേഗം തിന്നാ അങ്ങനെ കുറച്ചൊക്കെ കളയും വിട്ടാ, എന്നാലും കുറച്ചൊക്കെ വയറ്റിൽ പെടും. വേഗം തിന്നാ അതണിച്ചു കേട്ടോ. അങ്ങനെയാണ് അവൾ ആളെ അടുത്തില്ല പറഞ്ഞാൽ തൂകി ഒരൊറ്റ ഏറാണ്. വേഗം തിന്ന്. അപ്പം എന്തായാലും ഞാൻ പിള്ളേരോട് ഫുള്ളായിട്ട് തീറ്റി കിട്ടട്ടാ. അപ്പോൾ അവൾ അവിടെ പിന്നെയും ചോറൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിയിട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെ പോക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. വെള്ളം കുടിക്കും വെള്ളം എടുത്ത് കുടിക്കും. ആദ്യം കൈ ആയിത്തരാം കൈ കഴുകും നോക്കിയത്. ഇനി കുടിക്കും കുട്ടി കുടിക്കും. കൈ ഇനി കുടിക്ക് ചെറുതെടുക്കും കുടിക്ക്. വെള്ളം എടുത്ത് കുടിക്കും. അങ്ങനെ നല്ല കുട്ടിയായി. ഇനി വെള്ളം തരാം കുറച്ചും കൂടി വെള്ളം തരാം കേട്ടാ. അപ്പോൾ പാത്തുവിൻ്റെ ചോറേക്കൽ കഴിഞ്ഞു. പാത്തു അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടാ. കട്ടിൽ മൊത്തം കോളാക്കി തന്നിട്ടുണ്ട്. പാത്തു വാ വെള്ളം കുടിക്കുന്ന വെള്ളം. അതിൻ്റെ ഉള്ളിൽ കളിയാണ്. അതെന്ത് കളിയാണ്? ഇവിടെ നോക്കാം. അവിടെ അങ്ങോട്ട് പോയി കേട്ടാ. വിളിച്ചാൽ വരുന്നില്ല. വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിൽ കൈയിട്ടിട്ട് അങ്ങനെ പോയിക്കുക. അവിടെ പോയി നിൽക്കുക. ഇങ്ങോട്ട് വാ. വെള്ളം വേണ്ടേ? ഇനി വെള്ളം വേണ്ടേ? എന്നാ വെള്ളം കുടിക്കുന്ന വായ കുടിച്ചാ എന്നാ മതിയാ. അതൊക്കെ തന്നെ കേട്ടോ അവളുടെ. നീ കൊടുത്താൽ അപ്പോൾ തുപ്പിയും കൊണ്ടേ ഇരിക്കും. കട്ടിൽ മൊത്തം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ വൃത്തിയാക്കണം. ചെറിയൊക്കെ തുടച്ചാ. അപ്പോൾ വെള്ളം നോക്കണമെങ്കിൽ തന്നെ നല്ല പണിയാണ് കേട്ടോ അല്ലേ പാത്തോ. അതിനിങ്ങനെ 2 വറ്റ് പള്ളയിലേക്ക് പോകണമെങ്കിൽ പകുതി കളയും, പകുതി തുപ്പും, പകുതി വലിച്ചെറിയും അല്ലേ പാത്തോ. പാത്തോ എന്താ നോക്കണേ? വെള്ളം നിറഞ്ഞാ? എന്താ പെട്ടെന്ന് വെള്ളം നിറഞ്ഞോത്? വെള്ളം നിറഞ്ഞോത്? പാത്തോ തുപ്പരുത്, തുപ്പി അടി കിട്ടും കേട്ടോ. ചോറ് തന്നില്ല എനിക്ക്. അവൾ വെറുതെ അങ്ങനെ തന്നെ കേട്ടോ. അവൾക്ക് ആകെ 2 വാക്കേ അറിയുള്ളൂ, ഒന്ന് ചോറും ഒന്ന് ചായ. നീ എന്താ കടന്നുറങ്ങണം? അടിച്ചു കഴിഞ്ഞാ നൂല് ചുറ്റിയേ. അപ്പോൾ മിഷീനിൽ ചുറ്റാലോ. ഞാൻ അത് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇനി പോയി ഉറങ്ങിക്കോട്ടെ പാത്തോ. ഇനി പോയി കടന്നുറങ്ങിക്കോട്ടാ. പോയിക്കോ പാത്തു. അതാ പോണിട്ട് ഉറങ്ങാൻ. അതാണ് പാത്തു. ഇനി അവൾ കുറച്ച് നേരം അങ്ങനെ കടന്നുറങ്ങും കേട്ടോ. ചോറൊക്കെ കഴിച്ചതല്ലേ. കുറച്ച് നേരം രാത്രി ഉറക്കം കുറവാണ് അവൾക്ക്. അപ്പോൾ അവൾ രാത്രി മരുന്നൊക്കെ കൊടുക്കണോണ്ട് മരുന്നിൻ്റെ ഡോസിൽ കുറച്ച് നേരം ഉറങ്ങും. പിന്നെ അത് കഴിഞ്ഞ ഇടയിൽ എണിക്കും. പിന്നെ അവൾ ഉറക്കമൊക്കെ കണക്കന്നെ. അപ്പോൾ ഉച്ചക്ക് ഇത്തിരി നേരം ഒന്ന് ഉറങ്ങും. അപ്പോൾ
അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മിനിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം.